ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരിക്കും അല്ലേ? ഈ ഒരു സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. നമ്മൾ ഒരു പക്ഷേ ഒരുപാട് കാലങ്ങളായിട്ട് പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മാർക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, എളുപ്പത്തിൽ മാർക്ക് കിട്ടേ, അതും പരീക്ഷ എഴുതുന്ന രീതി ശ്രദ്ധിച്ചാൽ. ആ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ പരീക്ഷ എഴുതാമെന്ന് നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും എന്ത് വരക്കുന്നുണ്ടാവും, ഒരു മാർജിൻ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, അത് വരയ്ക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും പേപ്പറുകളിൽ ഉണ്ടാകുന്ന കാര്യമായിരിക്കും അല്ലേ? അതിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതുക എന്ന് വിചാരിക്കാം. ഒരു എസ്എ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മളെങ്ങനെ എഴുതുക. ഉദാഹരണത്തിന് ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എസ്എ എങ്കിൽ നമ്മൾ ആ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എസ്എ ആണെന്ന് വിചാരിക്കാം. മൗലിക അവകാശങ്ങളാണ് നമ്മുടെ എസ്എ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് എഴുതും, ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എഴുതും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ അത് ചില ആളുകൾ ചെയ്യുന്ന പരിപാടി, ഇവിടെ എന്ത് ചെയ്യുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എഴുതുന്നു. എന്നിട്ട് 2 കുത്ത് ഇട്ടുകൊണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും, ഫുള്ളായിട്ട് അങ്ങോട്ട് എഴുതും. ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ ഏകദേശം അര പേജ് ആവുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു 3/4 പേജ് ആവുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള എല്ലാ കണ്ടന്റും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് പലർക്കും സംഭവിക്കാറുള്ളത്. മക്കളെ, അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് ഹെഡിങ് എഴുതുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഹെഡിങ് എഴുതിയ ശേഷം അതിന് താഴെ നമുക്കറിയാവുന്നതാണ് 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമുക്കുള്ളത്. ചിലരെന്ത് ചെയ്യും, 1 എഴുതും, അതിൻ്റെ ഡീറ്റെയിൽ എഴുതും, അടുത്ത് എഴുതും, അതിൻ്റെ ഡീറ്റെയിൽ എഴുതും. അങ്ങനെ വേണ്ട, നമ്മൾ എന്തായാലും എഴുതണല്ലോ 6 എണ്ണവും. അതിൽ ആദ്യം തന്നെ നമ്മൾ എഴുതുന്നു റൈറ്റ് ടു ഇക്വാലിറ്റി. ദെൻ അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ അടുത്തത് എഴുതുക റൈറ്റ് ടു ഫ്രീഡം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും 6 എണ്ണവും താഴേക്ക് എന്ത് ചെയ്യുന്നു, എഴുതുന്നു. കഴിഞ്ഞിട്ടില്ല, അവിടെ നമ്മൾ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 3, 4, 5, 6 ഈ 6 എണ്ണവും നമ്മൾ താഴേക്ക് എഴുതിയ ശേഷം നമ്മൾ വീണ്ടും എന്ത് എഴുതുന്നു, ആദ്യം എഴുതിയ ഹെഡിങ് നമ്മൾ വീണ്ടും എടുത്തെഴുതുന്നു റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഹെഡിങ് എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും എഴുതുന്നു. എന്നിട്ട് എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. അത് എന്താണോ നമ്മൾ എഴുതാനുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആക്കിയിട്ടുണ്ട് നമ്മൾ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നിങ്ങൾ എഴുതി വന്നാൽ ഏകദേശം 1.5 പേജിൽ മുതൽ അല്ലെങ്കിൽ 2 പേജ് വരെ നമ്മുടെ സെയിം കണ്ടന്റ് തന്നെ ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നവരോ, നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ ടീച്ചേഴ്സ് പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പേപ്പർ വാല്യൂ ചെയ്യാൻ ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ടീച്ചേഴ്സ് നോക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്നുള്ള. ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എഴുതിയ ഹെഡിങ് മതി, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ ഹെഡിങ്ങിന് ടീച്ചറിന് മനസ്സിലായി, കുട്ടിക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, ചോദ്യം മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തേത്, കുട്ടി 6 പോയിന്റുകൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിലെ എന്ത് കൊടുത്തിട്ടുണ്ട്, 6 പോയിന്റുകൾ വരിയായിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അത് ഡിസ്ക്രൈബ് ചെയ്തോ എന്നാണ്. മൂന്നാമത്തെ കാര്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മുഴുവനായിട്ട് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ വായിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്ന ഒരു കുട്ടിയുടെ നല്ല വൃത്തിയുള്ള പേപ്പർ എന്ത് ചെയ്യും, വേഗത്തിൽ തന്നെ വാല്യൂ ചെയ്തിട്ട് ടീച്ചേഴ്സ് പോകും. നമ്മൾ ടീച്ചേഴ്സ് വാല്യൂ ചെയ്യാൻ അവർക്ക് ഹാപ്പി ആയാൽ ഓട്ടോമാറ്റിക്കലി മാർക്ക് നമ്മുടെ പേപ്പറിൽ തന്നെ വീഴുകയാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മായ്ച്ചു കളയാട്ടോ. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വരുന്ന അടുത്തൊരു പ്രശ്നം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്ന 12ാമത്തെ ചോദ്യം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടുകയാണല്ലോ. ഇപ്പോൾ 12ാമത്തെ ചോദ്യം തന്നെയാണ്, അതൊരു 4 മാർക്കിന്റെ എസ്സേ ആണെന്ന് വിചാരിക്കുക. എല്ലാ എസ്സേകളും, ഷോർട്ട് എസ്സേകൾക്കും ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നും വേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഹെഡിങ് എന്ന് പറയുന്നത്. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്.
ആ ഡിസ്ക്രിപ്ഷൻ, റൈറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള വാക്ക് ഒഴിവാക്കി വെച്ചാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സിവിക് കോൺഷ്യസ്നസ്. സിവിക് കോൺഷ്യസ്നസ്, പൗരബോധത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സിവിക് കോൺഷ്യസ്, അതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഹെഡിങ് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണോ നമ്മുടെ ഹെഡിങ്, ആ ഹെഡിങ് കൃത്യമായിട്ട് നമ്മൾ എഴുതുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എന്താണോ ആ ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മളിതാ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ താഴേക്ക് എഴുതുന്നു. എന്നിട്ട് അടുത്തത്, അപ്പോഴാണ് നമുക്കൊരു പ്രശ്നം വന്നത്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ അതിനിടയിൽ കിട്ടി. നമ്മൾ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ആയിരുന്നു, അതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? ഈ വൺ വേർഡ് ആയിട്ടുള്ള ആൻസർ ഇവിടെ എഴുതും. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 13ാമത്തെ വീണ്ടും ഒരു ഷോർട്ട് ആൻസർ ആയിരുന്നു. 13ാമത്തെ ഷോർട്ട് ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതി പോകുമായിരിക്കും. എഴുതി പോയിട്ട് ടീച്ചേഴ്സ് പേപ്പറൊക്കെ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്തതിനു ശേഷമാണ് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമുക്ക് പേപ്പർ കിട്ടുമ്പോൾ ചില ആൻസേഴ്സ് ടീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പറയും ടീച്ചറിൻ്റെ അടുത്തേക്ക് പോയിട്ട്, മിസ് ഈ പേപ്പർ ഈ ഒരു ആൻസർ നോക്കിയിട്ടില്ലല്ലോ, ആ ഇതിവിടെ ഉണ്ടായിരുന്നു അല്ലേ, ഈ ഒരു എസ്സേയുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു, വൺ വേർഡുകൾ അതിനിടയിൽ കാണൂല. അതിനുള്ള ഐഡിയ ഒന്നാമതായിട്ട്. രണ്ടാമത്, പലരുടെ ഹാൻഡ് റൈറ്റിങ്ങും, ഇപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഒട്ടും നല്ലതല്ല. പലരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്തില്ല, വളരെ പെർഫെക്റ്റ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ള ആളുകളുണ്ടാവും. ചില ആളുകളുടേത് ചിലപ്പോൾ എന്തുണ്ടാവും തരോ, ഒരു സൈഡിൽ നിന്ന് എഴുതിയാൽ മറ്റൊരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരു ആൻസർ എഴുതിയ ശേഷം അതിന് താഴെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അത് നിങ്ങൾ ആ എഴുതുന്ന അതേ കളർ പേന കൊണ്ട് വരക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ടോ മറ്റും എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത് എഴുതുന്നു, വീണ്ടും ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വരക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കാതെ അടുത്ത് കഴിയുന്നു, അടുത്ത സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. ഈ പേപ്പർ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. ചെരിഞ്ഞു പോകുന്ന ആളുകൾക്ക് നേരെയായിട്ട് അത് മാറും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേപ്പറിനെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് വെച്ച പോലെ തോന്നും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ്, വാല്യുവേഷനിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം അവർ ഹാപ്പി ആവുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. നമ്മുടെ പേപ്പർ കാണുന്ന സമയത്ത് ചില പേപ്പറുകൾ കാണുമ്പോൾ, ഞാനൊക്കെ വാല്യുവേഷനിൽ ഇരുന്ന ആളുകളാണ്, ചില പേപ്പർ കാണുമ്പോഴേ നമുക്ക് തോന്നും, ഈ പേപ്പറോ, ചിലപ്പോൾ അതിൽ നല്ല കണ്ടന്റുകൾ ഉണ്ടാവും. പക്ഷെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കാരണമായിട്ടോ അല്ല എങ്കിൽ നമ്മൾ ഈ എഴുതുന്ന ഓർഡർ കാരണമായിട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. അതുകൊണ്ട് ഓരോന്നും കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക എന്ന് കരുതിയിട്ട് 1, 2, 3, 4, 5 ഒക്കെ വൺ വേർഡാ, അതിന് മുഴുവനും താഴെ വരച്ച് SOSന്റെ കള്ളി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി, ആ ആദ്യത്തെ 5 എണ്ണം കഴിഞ്ഞ ശേഷം ഒരു അണ്ടർലൈൻ വരയ്ക്കുക, മൊത്തമായിട്ടൊന്ന് ക്രോസ് ചെയ്ത് വരയ്ക്കുക, നമ്മൾ ഈ വരച്ച രീതിയിൽ പോലെ തന്നെ. കൂടാതെ തന്നെ ഓരോന്നും എസ്സേകൾ, ഷോർട്ട് ആൻസറുകൾ എല്ലാം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. ഹെഡിങ് എഴുതാൻ ഒരു കാരണവശാലും മറക്കരുത്. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് നിങ്ങൾ കൊണ്ടുവരേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിലുണ്ട്, ആ ഹെഡിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. രണ്ടാമത്തെ, സൈഡ് ഹെഡിങ്ങൾ, എസ്സേകൾക്ക് സൈഡ് ഹെഡിങ്ങൾ. എസ്സേകളുടെ സൈഡ് ഹെഡിങ് ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിലേക്ക് ഹിൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സൈഡ് ഹെഡിങ്ങൾ ഏതൊക്കെ എഴുതേണ്ടതെന്നുള്ള ഹിൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. ആ ഓരോ ഹിൻസുകളും എന്താക്കിയിട്ട് മാറ്റണം, സൈഡ് ഹെഡിങ്ങളാക്കിയിട്ട് മാറ്റണം. മൂന്നാമത്തെ കാര്യം, താഴെ വരക്കാൻ മറക്കരുത്. ഇങ്ങനെ നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷൻ എഴുതുക. ആദ്യം എക്സാമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഗസ് അടിക്കരുത്. ചില ആളുകളുണ്ട് ചെയ്യുന്ന പരിപാടി, 1, 2, 3, 4, 5 എന്നത് ചെയ്യും, വരിയായിട്ട് അങ്ങോട്ട് ഇട്ട് വെക്കും. ഒന്നിൻ്റെ ആൻസർ അറിയില്ല, എന്നിട്ട് തുടങ്ങും 7. 7ാമത്തേന് ആൻസർ നമ്മൾ അങ്ങോട്ട് തുടങ്ങും. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം 1, 2, 3 ആൻസർ എന്ത് ചെയ്യും, നമ്മൾ ഗസ് അടിച്ചിട്ട് എഴുതും. ടീച്ചർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ടീച്ചറുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 തെറ്റ്, 2 തെറ്റ്, 3 തെറ്റ്. പിന്നെ ആ ടീച്ചർ നിങ്ങളുടെ പേപ്പർ എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യാം, ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് പകരമായിട്ട് 1ാമത്തേൻ്റെ ആൻസർ പെർഫെക്റ്റ്, 2ാമത്തേൻ്റെ ആൻസർ അതിലും പെർഫെക്റ്റ്, അടുത്ത എഴുതി അതിലും പെർഫെക്റ്റ്. അവരെന്ത് ചെയ്യും, ഒന്നും കൂടെ ഹാപ്പി ആവും. അവരുടെ ഹാപ്പിനെസ് നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടാൻ കാരണമാകും. ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നന്നായിട്ട് എന്തും വേണം, പഠിക്കുകയും വേണം. സോ മക്കളെ, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചതിനെ 1.5 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ ആ പേപ്പറിൽ എത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. നന്നായിട്ട് പഠിച്ചാൽ മാത്രമല്ല, നിങ്ങൾ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നന്നായിട്ട് പഠിക്കും, പരീക്ഷ ഹാളിൽ എത്തുന്നതോടുകൂടെ എല്ലാം തീരും നമ്മുടെ കയ്യിൽ നിന്ന്.
അതുണ്ടാവരുത്. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ആ പഠിച്ചതിനെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂറിന്റെ സമയത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ആ ആൻസർ പേപ്പറിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യണം. സോ അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.